വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലൈ വിത്ത് ലിജിൻ KBZ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻഡിഗോയുടെ എയർബസ് 320 ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് നടക്കുകയാണ്. അബുദാബി സമയം 1:20 ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എത്തിയാഡ് എയർവേസിൻ്റെ ഹാങ്ങറാണ് ഈ കാണുന്നത്. നമ്മളെ ഫ്ലൈറ്റ് എവിടെയുള്ളതെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് നമ്മളെ ബാഗും കാര്യങ്ങളെല്ലാം കയറ്റുന്നത് കാണുന്നുണ്ട്. നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നടക്കുകയാണ്. എയറോ ബ്രിഡ്ജ് വഴിയാണ് പോകുന്നത്. ഫ്ലൈറ്റ് റിമോട്ട് ഏരിയ ആണെന്നുള്ളതെങ്കിൽ സ്റ്റെപ്പ് വഴി ബസ്സിൽ കൊണ്ടുപോയിട്ട് സ്റ്റെപ്പ് വഴി ഉള്ളിൽ കയറി വയ്യ. ഇത് റിമോട്ട് ഏരിയ അല്ലാത്തതുകൊണ്ട് എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എത്തി നമ്മൾ വിൻഡോ സീറ്റ് തന്നെ ചോദിച്ച് വാങ്ങിന്. എയർബസ് 320 പോകുമ്പോൾ എപ്പം എക്സ്ട്രാ ലെഗ് സ്പേസ് ഉള്ള സീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 12 സീറ്റോളം എക്സ്ട്രാ ലെഗ് സ്പേസുകൾ ഉണ്ടാവും. മറ്റേ ഇതിൻ്റെ അടുത്ത് എമർജൻസി എക്സിറ്റിൻ്റെ അടുത്ത് വരുന്നത്. ഞാനെപ്പോഴും അധികം ഇൻഡിഗോയിൽ പോകുന്ന ഞങ്ങൾ ആ സീറ്റ് തന്നെയാണ് ചൂസ് ചെയ്യാറ്. ഇൻഡിഗോയിലല്ല എയർബസ് 320 പോവുകയാണ് ഞാനെപ്പം ആ സീറ്റാണ് പ്രിഫർ ചെയ്യാറ്. അങ്ങനെ ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. മൂന്നര മണിക്കൂറാണ് അബുദാബിയിൽ നിന്ന് കണ്ണൂരേക്കുള്ള യാത്രാ സമയം. സ്മൂത്ത് ടേക്ക് ഓഫും സ്മൂത്ത് ലാൻഡിങ്ങുമാണ് എയർബസ് 320 എപ്പോഴും ചെയ്യാറ്. ഗൈസ്, അങ്ങനെ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൾ.